ആദ്യത്തെ ഈ ശരീരവും മനസ്സിന്റെയും കാര്യം പറഞ്ഞു. ഇപ്പൊ ജീവാത്മാവിന്റെയും പരമാത്മാവിന്റെയും എക്സ്പ്ലനേഷൻ ആയിരുന്നു ഇന്നലെ പറഞ്ഞത്. ഈ ജീവാത്മാവെന്ന് പറയുന്നതിന് നമുക്ക് 3 ലെയർ ഓഫ് ബോഡി ഉണ്ട്. നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ശരീരം, കാണാൻ പറ്റാത്ത 2 ശരീരങ്ങളുണ്ട്. ആ ശരീരങ്ങൾ എന്നാണ് പറയുന്നത്. സ്ഥൂല ശരീരം നമുക്ക് കാണാൻ പറ്റുന്നത്, 2 സൂക്ഷ്മമായിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒന്ന് സൂക്ഷ്മം, ഒന്ന് സൂക്ഷ്മതരം, സൂക്ഷ്മത്തെക്കാൾ സൂക്ഷ്മമാണ്. അങ്ങനെ രണ്ടാമത്തതാണ് അന്ധകരണം, അതിനെ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇത് സൂക്ഷ്മ ശരീരം. ഈ ചിന്തകളാണ് മനസ്സ്, ബുദ്ധി, ചിന്തകൾ എന്ന് പറയുന്നത്. പല 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 തരത്തിലുള്ള ചിന്തകൾ, വികാര ചിന്തകൾ, വിചാര ചിന്തകൾ, ഓർമ്മ ചിന്തകൾ, ഞാനെന്ന ഭാവചിന്തകൾ. അപ്പം എൻ്റെ ചിന്തകളെ ഞാൻ 4 തരം തിരിച്ചു. ഈ ചിന്തകളെ പറയുന്നത് എൻ്റെ സൂക്ഷ്മ ശരീരം. ഈ സൂക്ഷ്മ ശരീരത്തിലാണ് സ്ഥൂല ശരീരം നിലനിൽക്കുന്നത്. ഈ സൂക്ഷ്മ ശരീരം വന്നിരിക്കുന്നത് കാരണ ശരീരത്തിൽ നിന്നാണ്. കാരണ ശരീരം എന്ന് പറഞ്ഞാൽ എൻ്റെ സംസ്കാരമാണ്, എൻ്റെ വാസനയാണ്. ഈ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരത്തിലിരിക്കുന്നു, സൂക്ഷ്മ ശരീരം കാരണ ശരീരത്തിലിരിക്കുന്നു. ഇങ്ങനെ 3 ലെയറായിട്ടാണ് ഈ എൻ്റെ. പക്ഷേ ജീവാത്മാവിൻ്റെ ഒരു ഘടന. പക്ഷേ ഇത് 3 മാത്രം ചേർന്നാൽ ജീവാത്മാവാകത്തില്ല. ജീവാത്മാവെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈശ്വരൻ്റെ അംശം, പരമാത്മാവിൻ്റെ അംശം ഈ കാരണശരീരത്തിൽ കൂടി റിഫ്ലക്റ്റ് ആയി പ്രതിഫലിക്കുമ്പോൾ, കാരണശരീരം എന്ന് പറഞ്ഞാൽ എന്തുവാ? എൻ്റെ വാസനയാണ്, എൻ്റെ സംസ്കാരം, എൻ്റെ സ്വഭാവമാണ്, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ്. അപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള കർമ്മഫലം, ഞാൻ പുണ്യവും പാപവും ചെയ്തിട്ടുണ്ട്. സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പുണ്യം, ദുഷ്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പാപം. ഇത് രണ്ടും ഞാൻ അക്വയർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ജന്മം ഞാൻ ശരീരപ്പെടുമ്പോൾ ആ കർമ്മഫലത്തിലാണ് ഞാനിപ്പോൾ ഈ ജന്മം എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ബാലൻസ് കർമ്മഫലം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നല്ലതും ചീത്തയുമായുള്ള അനുഭവങ്ങളുണ്ട്. ഈ നല്ലതും ചീത്തയുമായുള്ള അനുഭവങ്ങൾ അനുഭവിക്കാനാണ് ഇപ്പം ഞാൻ ജന്മം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ജീവാത്മാവിന് ഈ നല്ലതും ചീത്തയുമായിട്ടുള്ള അനുഭവങ്ങൾ എങ്ങനെ അനുഭവിക്കും? അതിന് ചില ഉപകരണങ്ങൾ വേണം. ജീവാത്മാവിൻ്റെ ആ പരമാത്മ ചൈതന്യത്തിന്റെ അംശം കാരണ ശരീരത്തിൽ പ്രതിഫലിക്കുമ്പോൾ, കണക്ട് ആവുമ്പോൾ, ഈ സൂക്ഷ്മ ശരീരത്തിൽ കൂടെയും സ്ഥൂല ശരീരത്തിൽ കൂടെ അത് പ്രകടമാവുക, അത് വർക്കാവുക. അതിൻ്റെ അനുഭവങ്ങൾ, നല്ലതും ചീത്തയുള്ള അനുഭവങ്ങൾ നമുക്ക് ഏതിലൂടെ വരുന്നത്? എൻ്റെ മനസ്സിൽ കൂടെയും ശരീരത്തിൽ കൂടെയാണ് എൻ്റെ അനുഭവങ്ങൾ വരുന്നത്. ഇതിൻ്റെയൊക്കെ പുറകിലോ ഈ വാസന, എൻ്റെ കർമ്മഫലത്തിൽ നിന്നുള്ള അനുഭവങ്ങൾ. എനിക്ക് മനസ്സും വേണം, ശരീരവും വേണം, എന്നാലേ എനിക്ക് അനുഭവിക്കുക. അല്ലെങ്കിൽ സുഷുപ്തിയിലിരിക്കുന്ന പോലെ നമുക്കൊന്നും അനുഭവിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ എന്നുവെച്ചാൽ ഈ ഈശ്വരൻ കണക്ട് ആവുമ്പോൾ ഞാൻ ഉണരുമ്പോൾ എനിക്ക് കർമ്മങ്ങൾ ചെയ്യാം. ആ കർമ്മം എന്ന് വെച്ചാൽ ഞാൻ കർമ്മം ചെയ്യുമ്പോൾ എനിക്ക് നല്ലതും ചീത്തയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പം ഞാൻ കർമ്മഫലം അനുഭവിക്കാൻ ജന്മം എടുത്തിരിക്കുന്നു. ഈ ഈശ്വരൻ ചൈതന്യത്തിലാണ് എൻ്റെ ഞാനെന്നുള്ള വ്യക്തി ഇരിക്കുന്നത്. അപ്പം ഞാൻ ആക്ച്വലായിട്ട് ഈശ്വര ചൈതന്യത്തിൻ്റെ ഒരു അംശമാണ്. അതിൻ്റെ കൂടെ ചേർന്ന് കുറച്ച് അഴുക്കുകൾ ഉണ്ടായിപ്പോയി. ജന്മങ്ങളായിട്ട് എൻ്റെ കർമ്മഫലത്തിനെ അഴുക്കുകളാണ് എൻ്റെ. അപ്പം ഈ അഴുക്കിനെ മാറ്റിയാൽ ഞാൻ ഈശ്വരനാവും, പരമാത്മ ചൈതന്യത്തിൽ ലയിക്കും ഞാൻ. അപ്പം ഞാൻ ഏതോ ഒരു സമയത്ത് ആദ്യമായി ഈ പരമാത്മ ചൈതന്യത്തിന്റെ അംശമായിട്ടിരുന്ന ഞാൻ ആദ്യം പ്രകടമായപ്പോൾ ഒരു ജീവനായി. ആ ജീവൻ അനുഭവങ്ങളിൽ കൂടെ ഞാൻ കർമ്മഫലം അക്യൂർ ചെയ്തു. ഇങ്ങനെ ഓരോ ജന്മങ്ങളിൽ കൂടെ ഞാൻ കർമ്മഫലം ഗ്യാദർ ചെയ്ത് കൂട്ടി ഞാൻ ഓരോരോ ജന്മങ്ങളിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. കർമ്മഫലം ആണ് എൻ്റെ ജന്മത്തിന് കാരണം. ആ കർമ്മഫലമാണ് എൻ്റെ കാരണ ശരീരം. ഈ കാരണ ശരീരം ഇല്ലാതാവണമെന്നുണ്ടെങ്കിലോ, ഞാൻ പരമാത്മ ചൈതന്യം ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കാരണ ശരീരം ഇല്ലാതാവണം. കാരണ ശരീരം എന്ന് പറഞ്ഞാൽ എൻ്റെ കർമ്മഫലമാണ്. ഈ കർമ്മഫലത്തിനെ എങ്ങനെ ഇല്ലാതാക്കും? കർമ്മഫലം എങ്ങനെ വന്നു? കർമ്മങ്ങൾ ചെയ്തുണ്ടായതാ. ദുഷ്കർമ്മങ്ങളും സത്കർമ്മങ്ങളും ചെയ്ത് ഞാൻ നല്ലതും ചീത്തയുമായുള്ള അനുഭവങ്ങളെ കർമ്മഫലമായിട്ട് ഞാൻ, എൻ്റെ വാസന, എൻ്റെ സംസ്കാരം അതാ. ആ സംസ്കാരത്തിനെ എങ്ങനെ ഞാൻ ഇല്ലാതാക്കണം? അതിനുള്ള വഴികളാണ് കൃഷ്ണൻ പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ ശരിക്കും ഈശ്വരനാണ്, ഈശ്വരൻ്റെ ഒരു അംശമാണ് ഞാൻ. ആ ഈശ്വരൻ്റെ അംശത്തിൽ കലർന്നുകൂടിയ അഴുക്കുകളാണ് എൻ്റെ കർമ്മഫലം. ജന്മങ്ങളിൽ കൂടെ ഞാൻ അക്വയർ ചെയ്ത മാലിന്യങ്ങളാണ്. അപ്പം ഈ ജീവാത്മാവിന് ഉത്ഭവിച്ചത് ഈശ്വരനിൽ നിന്നാണെങ്കിൽ തിരിച്ചു ചെല്ലേണ്ടതും ഈശ്വരനിലോട്ട് തന്നെ. അപ്പം ഈ പല പല ജന്മങ്ങളിൽ കൂടെ ഞാൻ ഈശ്വരൻ നിന്ന് അകന്നുപോയി. ഇനി ഞാൻ പല പല
ജീവികളായിട്ട് ജന്മമെടുത്ത് അവസാനം എനിക്ക് മനുഷ്യജന്മം കിട്ടിയിരിക്കുക. ഈ മനുഷ്യജന്മത്തിൽ കൂടെ മാത്രമേ എനിക്ക് ഈശ്വരനോട്ട് പോകാൻ പറ്റത്തുള്ളൂ. വേറെ ഒരു ജന്മത്തിൽ കൂടെ ഒക്കത്തില്ല. മനുഷ്യന് മാത്രം മനുഷ്യജന്മം കിട്ടിയാണ് ഇതിന്റെ നെക്സ്റ്റ് ഈശ്വരനോട്ട് ലയിക്കുക എന്നുള്ളത്. പക്ഷേ ഈ മനുഷ്യൻ പിന്നെ പല പല മനുഷ്യജന്മങ്ങൾ എടുക്കേണ്ടി വരും. ഇപ്പം നമ്മുടെ ഈ കർമ്മഫലം അനുസരിച്ച് ഇപ്പം ഈ പാപഫലങ്ങളും പുണ്യഫലങ്ങളും സമാസമമാകുമ്പോഴാണ് ഈ മനുഷ്യന്മം കിട്ടുന്നതായിട്ടാണ് പറയുന്നത്. ഇപ്പം മനുഷ്യന്മത്തിൽ കൂടെ എനിക്ക് ഉയരാൻ പറ്റത്തുള്ളൂ, എനിക്ക് ഈശ്വരനോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം മൃഗത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഞാൻ മനുഷ്യാവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട്. മൃഗത്തിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ വികാരത്തിന്റെ അവസ്ഥയേ ഉള്ളൂ, അവർക്ക് വിവേകമില്ല. ആദ്യം ആ വിവേകം എന്താണ് നമ്മൾ പിന്നെ പറയണം. അപ്പം ഈ മനുഷ്യന്മത്തിൽ കൂടെ മാത്രമേ എനിക്ക് എൻ്റെ വാസനകളെ ഇല്ലായ്മ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ വാസനയിൽ നിർമുക്തമാവണമെന്നുണ്ടെങ്കിൽ ഞാൻ കർമ്മത്തിൽ കൂടെ മാത്രമേ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന പോലെ കർമ്മഫലത്തിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ കർമ്മം ചെയ്ത് തന്നെ മാറ്റണം. അപ്പം എങ്ങനെ കർമ്മം ചെയ്താൽ എൻ്റെ കർമ്മഫലം ഇല്ലാതാവും, എനിക്ക് ഈശ്വരനോട്ട് പോകാം. ഇതാണ് എങ്ങനെ ജീവിച്ചാൽ, എങ്ങനെ ഈ ജീവിതത്തിനെ ഈ മനുഷ്യജന്മത്തിനെ എങ്ങനെ ഉപയോഗിച്ചാൽ എനിക്ക് മോക്ഷത്തിലോട്ട് പോകാം. ഈശ്വരനോട്ട് ലയിക്കാൻ തന്നെ അർത്ഥം മോക്ഷമാണ്. ഞാൻ ഏതിൽ നിന്ന് ഉത്ഭവിച്ചോ അതിൽ തന്നെ ചേരുന്നതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. ശരീരം ഉണ്ടായത് പഞ്ചഭൂതങ്ങളിൽ നിന്നാണ്. പഞ്ചഭൂതത്തിൽ നിന്ന് ജനിച്ച ശരീരം പഞ്ചഭൂതത്താൽ നിലനിന്ന് അവസാനം പഞ്ചഭൂതത്തിലോട്ട് തന്നെ പോകും. അതിന് ഒരു എഫർട്ടും ആവശ്യമില്ല. അത് കാരണം അത് ജഡവസ്തുവാണ്. ജഡവസ്തുവിന് ഒരു എഫർട്ടും ആവശ്യമില്ല. എത്ര നല്ല സത്കർമ്മങ്ങൾ ചെയ്തവനും എത്ര ദുഷ്കർമ്മങ്ങൾ ചെയ്തവനും ശരീരം എപ്പോഴും മണ്ണിലോട്ട് ലയിച്ചു പോകും. അല്ലാതെ കാരണം അത് ജഡവസ്തുവാണ്. അതേസമയത്ത് മനസ്സ് ജഡമല്ല, അത് ചൈതന്യവത്ത. അത് ഈശ്വരന്റെ അംശത്തിലിരിക്കുക. ഈശ്വരൻ സർവവ്യാപിയ, ദേശകാല പരിമിതികളില്ലാതെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യമാണ്. അത് ഒരു ശക്തിവിശേഷമാണ്, പവർഫുൾ ആണത്. അതിൻ്റെ ഒരു പാർട്ടാണ് ഞാൻ. പക്ഷെ അതിനകത്തിൽ വാസനയുണ്ട്, ഇമ്പ്യൂരിറ്റി ഉണ്ട്. ആ ഇമ്പ്യൂരിറ്റിയെ ഞാൻ മാറ്റിക്കളഞ്ഞാൽ എനിക്ക് ഈശ്വരനാകാം. അതാണ് മോക്ഷാവസ്ഥ. ഞാൻ വന്നത് ഈശ്വരനിൽ നിന്നാണ്. പല പല ജന്മങ്ങളിൽ കൂടെ ഞാൻ വാസനകൾ ഉണ്ടാക്കി ഞാൻ മനുഷ്യന്മത്തിൽ വന്നു. ഇനി എനിക്ക് ഈ വാസനകളെ നിർമുക്തമാക്കി കഴിഞ്ഞാൽ എനിക്ക് ഈശ്വരനോട്ട് ലയിക്കാം. മോക്ഷത്തിന് അതുകൊണ്ടാണ് നമുക്ക് മോക്ഷം എന്നുള്ളത്. പുരുഷാർത്ഥങ്ങൾ പറയുമ്പോൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അവസാനം മോക്ഷമാണ്. നമ്മൾ എവിടെ നിന്ന് വന്നോ അവിടെ തന്നെ എത്തിച്ചേരണം. ഇതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. ശരീരത്തിന് മോക്ഷം കിട്ടിക്കോളും, അതിന് ഒരു എഫർട്ടും ആവശ്യമില്ല. അതേ സമയത്ത് എൻ്റെ മനസ്സിനെ ഈശ്വരനിൽ കൊണ്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്രയത്നം ആവശ്യമാണ്, എഫർട്ട് ആവശ്യം. അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന ഒന്നല്ല ഈ മോക്ഷം. അപ്പൊ ഈ മോക്ഷത്തിലോട്ട് പോകണമെന്നുണ്ട്. കാരണം എൻ്റെ മനുഷ്യന്മം കിട്ടിക്കഴിഞ്ഞു. ഈ മനുഷ്യജന്മത്തിനെ ഞാൻ എങ്ങനെ യൂട്ടിലൈസ് ചെയ്താൽ എനിക്ക് എൻ്റെ ജന്മത്തിനെ ഉയർത്താം, എനിക്ക് ഈശ്വരനിൽ എത്തിച്ചേരാം എന്നുള്ളതാണ് ഇതിന് നമ്മൾ ഈ ഗീതയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഗീത തുടങ്ങുന്നത് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുത്സവ മാമക പാണ്ഡവ ചൈവ കിമകുറുവത സഞ്ജയ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രം, ധർമ്മക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആരംഭിക്കുന്നത്. അവസാനിക്കുന്നതോ എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോർ ഭൂതിർ ധ്രുവാനീതിർ മധുർ മമ. മമയിലാണ് അവസാനിക്കുന്നത്. ആദ്യം തുടങ്ങുന്നത് ധർമ്മക്ഷേത്ര ധർമ്മത്തിൽ നിന്നുള്ള വാക്കിൽ തുടങ്ങി അവസാനത്തെ 701 ശ്ലോകം തീരുന്നത് മമയില. മമ ധർമ്മം, എൻ്റെ ധർമ്മം. മമ മീൻസ് എൻ്റെ ധർമ്മം. എൻ്റെ ധർമ്മം എന്താണെന്നാണ് ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. ഗീത നമ്മളെ പഠിപ്പിക്കുന്നത് എൻ്റെ ധർമ്മം എന്താണ്. പക്ഷെ നമുക്ക് ആ ധർമ്മത്തിനെ കുറിച്ച് ഒരു ഗ്രാഹ്യവും ഇല്ല. ഈ ധർമ്മത്തിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ശാസ്ത്രങ്ങൾ പഠിക്കാതെ എൻ്റെ കോമൺ സെൻസിൽ കൂടെ കിട്ടുന്ന ഒരു സംഗതിയല്ല ഈ അറിവുകളൊക്കെ. അതുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്രങ്ങളെ നമ്മൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം. ഈ ഭഗവത്ഗീതയായാലും ഭാഗവതമായാലും ഇതിനകത്തൊക്കെ പറയുന്ന കാര്യങ്ങളുടെ തത്വം ഭാഗവത്തിൽ കഥരൂപത്തിൽ തത്വങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. ഭഗവത്ഗീതയിൽ ഡയറക്റ്റായിട്ട് തത്വങ്ങൾ പറയുന്നു. അപ്പൊ ഈ കഥകളിൽ കൂടെ ഉള്ള ഒരു തത്വമുണ്ട്. അല്ലെങ്കിൽ ഈ ഭഗവത്ഗീത ഡയറക്റ്റായിട്ട് തത്വങ്ങൾ പറയുന്നു. ഈ തത്വങ്ങൾ ആര് ഗ്രഹിക്കുന്നത് ആരാ? ഞാൻ ഗ്രഹിക്കുന്നത് എന്തിനാണ്? ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഈ ബേസിക്സ് കൂടെ നമ്മൾ പറയുന്നത്. ഞാൻ ആരാണെന്നുള്ള ഒരു അറിവ് എന്നിനോട്. ഇപ്പം നമുക്കിപ്പോൾ ആരെങ്കിലും ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയത്തില്ല, ക്ലാരിറ്റി ഇല്ല. ഞാനാണ്, വേറെ ആരാ? നമുക്ക് ഈ ഫിസിക്കൽ വെളിയിലോട്ടുള്ള ലോകത്തിന്റെ രീതിയിലുള്ള കാര്യങ്ങളെ അറിയാവൂ. ഉള്ളിലോട്ടുള്ള കാര്യത്തിനെ കുറിച്ചൊരു അറിവില്ല.
കാരണം നമ്മൾ ശാസ്ത്രങ്ങൾ പഠിക്കാറില്ല, നമ്മൾ അതിനുള്ള താല്പര്യമില്ല, നമ്മൾ കൊച്ചിലെ അങ്ങനെ ഒരു സെറ്റപ്പിലല്ല ഒരു ബ്രോട്ടപ്പ് വന്നില്ല. നമ്മുടെ പൂർവികർ നമ്മളെ ഇതൊന്നും പഠിപ്പിച്ചില്ല, ആ പൂർവികരെ അവരുടെ പൂർവികർ പഠിപ്പിച്ചില്ല. ഇങ്ങനെ ഈ കൃഷ്ണൻ പറയുന്നുണ്ട്, ഇത് വഴിതെറ്റിപ്പോയി. ആദ്യം ഈ തത്വങ്ങളെല്ലാം ഉപദേശിച്ച രാജർഷിമാരിൽ കൂടെ ആയിരുന്നു, അത് ക്രമേണ അത് വഴിതെറ്റിപ്പോയി. അപ്പോൾ നമ്മൾ ഈ ശരിക്കും ശാസ്ത്ര തത്വങ്ങളെ ഉൾക്കൊണ്ടാൽ എനിക്ക് ഈശ്വരനിലോട്ടുള്ള ഇതിൽ ഉയരാൻ കഴിയും, മോക്ഷത്തിന് അർഹനാണ്. പക്ഷെ നമ്മൾ ഇതിനെയെല്ലാം ഉൾക്കൊള്ളണം. അപ്പൊ ഈ ഉൾക്കൊള്ളണം വെച്ചാൽ നമുക്ക് ഇതെല്ലാം മനസ്സിലുള്ളിലാക്കി എല്ലാവരും ഭഗവത്ഗീത പഠിച്ചിട്ടല്ല ഈ മോക്ഷത്തിൽ അർഹനാവുന്നത്. ഈ മോക്ഷത്തിന്റെ ആ രീതിയിൽ നമ്മൾ ഓരോ ജന്മങ്ങളിൽ കൂടെ ഞാൻ ട്രാൻസ്ഫോം ആവുന്നുണ്ട്, പരിണാമം സംഭവിക്കുന്നുണ്ട്. ഈ ശരീരത്തിന് പരിണാമം സംഭവിച്ച് പല പല ക്രീച്ചറിൽ പല പല ജീവികളിൽ കൂടെ ഞാൻ ജന്മമെടുത്ത് അവസാനം എനിക്ക് മനുഷ്യജന്മം കിട്ടി. അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയത് പരിണാമ ഫലമാണ് എനിക്ക് ഈ മനുഷ്യ ശരീരം കിട്ടിയത്. ഇനി ശരീരത്തിന്റെ തലത്തിൽ പരിണാമം മാക്സിമം എത്തിക്കഴിഞ്ഞു. ശരീരത്തിൽ ഹ്യൂമൻ ബോഡിയാണ് ഹയസ്റ്റ് എവല്യൂഷൻ ബോഡി ലെവലിൽ. ഇനി എനിക്ക് പരിണാമം സംഭവിക്കേണ്ടത് എൻ്റെ മനസ്സിനാണ്. ഈ മനസ്സ് ശരീരം വന്നത് പഞ്ചഭൂതത്തിൽ നിന്ന്, അത് പഞ്ചഭൂതത്തിൽ തന്നെ വയ്ക്കുള്ളൂ. ഈ മനസ്സ് വന്നത് പരമാത്മ ചൈതന്യത്തിൽ നിന്നാണ്, ഈശ്വരിൽ നിന്ന് വന്ന് ആണ് ഞാൻ. പക്ഷെ അതിൽ ഈ ജന്മം കൊണ്ട് അത് വാസനകൾ അക്വയർ ചെയ്ത് ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അപ്പൊ ഈ മനുഷ്യന്മത്തിൽ കൂടാണ് എനിക്ക് ഇനിയും ഈശ്വരനിലോട്ട് ചെന്നെത്തേണ്ടത്. ഈ മനുഷ്യന്മത്തിൽ എനിക്ക് മൃഗാവസ്ഥയിൽ നിന്ന് വന്ന അടുത്ത ജന്മമാണിത്. അപ്പൊ മൃഗത്തിന്റെ വികാരവുമുണ്ട്, എനിക്ക് വിവേകവുമുണ്ട്. ബുദ്ധി സാധാരണ ബുദ്ധിയല്ല, വിവേക ബുദ്ധി. അപ്പൊ നമ്മളൊക്കെ രണ്ട് ആസ്പെക്ട് ഉണ്ട്. നമ്മൾ ഞാൻ പറഞ്ഞു, ഈ എൻ്റെ ജന്മത്തിന് കാരണമായത് ഈ കർമ്മഫലമാണ്. ഈ കർമ്മഫലത്തിനെ വേണം എനിക്ക് ഇല്ലാതാക്കാൻ. ഈ കർമ്മഫലം കാരണമാണ് ഞാൻ ജന്മം എടുത്തിരിക്കുന്നത്. അപ്പം ഈ കർമ്മഫലത്തിനെ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടേ, എനിക്കിതൊന്നും വേണ്ട, ഞാൻ എൻ്റെ വാസനകളെ, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും എനിക്ക് വേണ്ട, ഇതിനെല്ലാം തള്ളിക്കളഞ്ഞിട്ട് ഞാൻ പോയി മെഡിറ്റേഷൻ സന്യസിച്ച് ഈശ്വരനോട്ട് പോവാന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. നമ്മുടെ വാസനകളെ കൂടെ സഞ്ചരിച്ചാൽ മാത്രമേ, അതാ വാസനകൾ എന്ന് പറയുമ്പോൾ സ്വധർമ്മം എന്ന് പറയും. എൻ്റെ ധർമ്മം, ഓരോരുത്തരും ജനിച്ചേക്കുന്ന ഓരോ സ്വധർമ്മത്തിലാണ്, എന്നുവെച്ചാൽ ഓരോ സംസ്കാരത്തിലാണ്. ഓരോ മനുഷ്യനും ഇവിടെ സ്വധർമ്മം വ്യത്യാസമാണ്. എൻ്റെ സ്വധർമ്മം അല്ല വേറൊരു സ്വഭാവം, കാരണം എൻ്റെ സ്വഭാവം അല്ല വേറൊരു സ്വഭാവം. ഞാൻ എൻ്റെ സ്വഭാവത്തിൽ കൂടെ വേണം ഉയരാൻ. എൻ്റെ ഈ സ്വഭാവം മോശമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് ഞാൻ പോയിരുന്ന് പെട്ടെന്ന് ഒരു നല്ല ആളാവാൻ ശ്രമിച്ചാൽ നടക്കത്തില്ല. അപ്പൊ എൻ്റെ വാസനയിൽ കൂടെ തന്നെ എനിക്ക് ഉയരണം. അപ്പൊ ഈ വാസനകളെ എന്നുവെച്ചാൽ എന്തുവാ, എൻ്റെ നല്ലതും ചീത്തയുമായ കർമ്മങ്ങളെ, അനുഭവങ്ങളെ, നല്ല അനുഭവം വരണം, എനിക്ക് ചീത്ത അനുഭവം വരണം. കാരണം കർമ്മഫലം ഞാൻ കൊണ്ടുവന്നിരിക്കുക. എന്നിൽ നിന്ന് പോയ സത്കർമ്മങ്ങളുടെയും ദുഷ്കർമ്മങ്ങളുടെയും ഫലം ഞാൻ അനുഭവിക്കണം ഈ ജന്മം. ആ അനുഭവം എങ്ങനെ അനുഭവിക്കണം, ഇതിൻ്റെയൊക്കെ ഫലം വരുമ്പോൾ ഞാൻ ഏത് രീതിയിൽ അതിനെ കൺസിഡർ ചെയ്യണം, അത് ആ മനോഭാവമാണ്. ഇപ്പം നമ്മുടെ ശരീരവും മനസ്സുമാണ് ഈ അനുഭവങ്ങൾ, ശരീരത്തിൽ കൂടെ മനസ്സിൽ കൂടെയാണ് എൻ്റെ അനുഭവങ്ങൾ വരുന്നത്. അപ്പം ഇതിനെ ഞാൻ ഏത് രീതിയിൽ വേണം ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, എൻ്റെ ഈ കർമ്മഫലത്തിനെ ഞാൻ എങ്ങനെ ഇല്ലാതാക്കണം, അതിന് വിവേക രൂപത്തിലേ ഒക്കത്തുള്ളൂ, ധർമ്മത്തിന്റെ പാതയിലേ ഒക്കത്തുള്ളൂ. നമ്മുടെ ഈ വാസനയിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ വികാരങ്ങളെല്ലാം, ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം വാസനയിൽ നിന്ന് വരുന്നത്. എൻ്റെ ഇഷ്ടത്തിനും അനിഷ്ടത്തിനും, ചിലതുകൊണ്ട് എനിക്ക് ഇഷ്ടം, ചിലതുകൊണ്ട് ഇഷ്ടമില്ല. ഇപ്പൊ ഈ വാസനയിൽ നിന്ന് വരുന്നതാണ് വികാരങ്ങൾ. ഈ ചൈതന്യത്തിൽ നിന്ന് വരുന്നതാണ് വിവേകം. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഈ ബുദ്ധിയല്ല വിവേകം, ബുദ്ധിയല്ല വിവേകം. നമുക്ക് വിവേകത്തിനെ കുറിച്ച് നിങ്ങൾ ബുദ്ധി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ബുദ്ധി, ഞാൻ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ബുദ്ധിയായിട്ട് ചിന്തിച്ച് പല പല കാര്യങ്ങൾ നമ്മുടെ അറിവ് വെച്ചും അനുഭവങ്ങൾ വെച്ചും നമ്മൾ ഓരോ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് ഞാൻ ബുദ്ധിപരമായിട്ട് ഒരു തീരുമാനമെടുക്കുന്നു. അതാണ് ബുദ്ധി. ഈ വിവേകം എന്താണെന്ന് തോന്നുന്നുണ്ടോ? വിവേകം എന്താണ്? വിവേകം എന്ന് പറഞ്ഞാൽ എൻ്റെ ചൈതന്യത്തെ, നമ്മുടെ ഓരോ ജീവാത്മാവിലും ഈശ്വര ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തിൽ നിന്ന് വരുന്ന ബുദ്ധിയെ പറയുന്നതാണ് വിവേക ബുദ്ധി. അതെല്ലാവരിലും തുല്യമാണ്. സാധാരണ ബുദ്ധിയോ അവരവരുടെ അനുഭവവും അറിവും വെച്ച് ബുദ്ധി പല ലെവലിലാണ്. അതേസമയത്ത് വിവേക ബുദ്ധി എല്ലാവരിലും ഒരേ അളവില്ല. കാരണം ഈശ്വര ചൈതന്യം എല്ലാ ജീവജാലങ്ങളിലും തുല്യത,
അല്ലാതെ ഉറുമ്പിൽ ചെറിയ പരമാത്മാവിന്റെ ചെയ്യുന്ന ഉറുമ്പിൽ കുറച്ചേ ഉള്ളൂ, ആനയിൽ ഭയങ്കര ജീവചൈതന്യം. അങ്ങനെ ശരീരത്തിന്റെ വലിപ്പച്ചെറുപ്പം അനുസരിച്ചല്ല, എല്ലാ അമീബയിലും മനുഷ്യനിലും എല്ലാരിലും ഒരേ ചൈതന്യമാണ്. അതിൻ്റെ അളവ് ഒരേ ചൈതന്യമാണ്, അതിന് ഏറ്റക്കുറച്ചിലില്ല. ആ ഈ ചൈതന്യത്തിൽ നിന്ന് വരുന്ന ആ ഡയറക്ഷനെ പറയുന്നതാണ് വിവേകം. നമ്മൾ ഇത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? വിവേകം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിവേകത്തിന് ഐഡന്റിഫൈ ചെയ്യുന്നത്? ആർക്കെങ്കിലും ഒന്ന് പറയാവോ? ബുദ്ധി വേറെ, വിവേകം വേറെ. ഞാനൊരു സാധാരണ നമ്മുടെ ഒരു അനുഭവങ്ങൾ പറയാം. നമ്മൾ ജാഗ്രതാവസ്ഥയിൽ പകലിലൊക്കെ നമ്മൾ ഓരോ പ്രശ്നങ്ങളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും, വിഷമം വരും. അപ്പം ആ വികാരങ്ങളിൽ നമ്മൾ ഓരോത്തിനെ അപ്രോച്ച് ഓരോ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് നല്ലതും ചീത്തയുമായിട്ടുള്ള അനുഭവങ്ങളും ആൾക്കാരും ഉണ്ട്. അപ്പം എനിക്ക് ഓരോ വികാരങ്ങളുണ്ടാവും, ഓരോ അനുഭവങ്ങൾക്കൂടെ വികാരങ്ങളാണ് പെട്ടെന്ന് വരുന്നത്. ഈ ബോഡിയോട് ചേർന്നിരിക്കുന്ന ആദ്യം മനസ്സാണ്. അപ്പം എനിക്ക് പെട്ടെന്ന് ഒരാൾ എന്നെ ചീത്ത പറയുന്നു, എനിക്ക് ദേഷ്യം വരും. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു ഇൻസിഡന്റ് ആവുന്നു, എനിക്ക് പെട്ടെന്ന് വിഷമം ഒരു ദുഃഖത്തിലോട്ട് പോകും ഞാൻ. അപ്പോൾ എനിക്ക് ദുഃഖചിന്തകൾ, ആ എമോഷണൽ തോട്ട്സിൽ ഞാൻ ഇരിക്കും. അപ്പോൾ പക്ഷെ ഞാൻ അതിനൊക്കെ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ കർമ്മം ചെയ്തേ പറ്റൂ. അപ്പോൾ കർമ്മം ചെയ്യുന്നത് ബുദ്ധിയാ. കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ചിന്തകളെ പറയുന്ന ബുദ്ധിന്നാ. അപ്പം ഞാൻ എമോഷണലായിട്ടിരിക്കുകയാണ്, ഞാൻ ദേഷ്യത്തിലിരിക്കുകയാണ്, അല്ലെങ്കിൽ ദുഃഖത്തിലിരിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ. ഒരു സാഹചര്യം വരുന്നു, ഞാൻ കർമ്മം ചെയ്തേ പറ്റൂ. അപ്പം നോർമലായിട്ട് നമ്മൾ എങ്ങനെ ചെയ്യുന്നു? നമ്മുടെ വികാരത്തിനനുസരിച്ച് നമുക്ക് വിഷമമായിരിക്കും, പക്ഷെ ആ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അപ്പം ഞാൻ എൻ്റെ മനസ്സും ബുദ്ധിയും കൂടെ അലൈനായി ചെയ്യുന്നു. അപ്പം എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഒരു സംഗതി ചെയ്തു കഴിഞ്ഞു. നമ്മൾ രാത്രി കിടക്കുമ്പോൾ നമ്മൾ സ്വസ്ഥമായിട്ട് രാത്രി കിടന്ന് ഉറങ്ങാൻ പോവാണ്. പകൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇഷ്ടംപോലെ അനുഭവങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ദിവസത്തെ അനുഭവങ്ങളിൽ കൂടി നമ്മളിങ്ങനെ പോകും. എന്തൊക്കെ അന്ന് എന്തെല്ലാം സംഭവിച്ചു, ഞാൻ എന്തെല്ലാം അവർ ഇങ്ങനെ പറഞ്ഞു, ഇത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്തു. അപ്പം നമുക്കൊരു ഡയറക്ഷൻ വരും. നമ്മൾ ചിന്തിച്ചുണ്ടാക്കുമല്ല, പക്ഷെ അത്രയും പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ അടിക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒത്തിരി വഴക്ക് പറഞ്ഞു, ഇത്രയും ആവശ്യമില്ലായിരുന്നു നമുക്ക്, അല്ലെങ്കിൽ കുറച്ച് വഴക്ക് പറയണമായിരുന്നു, അല്ലെങ്കിൽ 2 അടി കൊടുക്കണമായിരുന്നു, നമ്മളത് ചെയ്തില്ലല്ലോ, ഇങ്ങനെ ചെയ്യണമായിരുന്നു. നമുക്കൊരു ഡയറക്ഷൻ വരും. അത് നമ്മൾ ചിന്തിച്ചുണ്ടാക്കുന്നതല്ല. നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഒരു സാക്ഷ്യവാദം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറയണമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പറയണ്ടായിരുന്നു, അടിക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ അടിക്കണമായിരുന്നു, ഇങ്ങനെയൊക്കെ ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടും. ആ ഡയറക്ഷൻ വരുന്നതാണ് നമ്മുടെ ചൈതന്യത്തിൽ നിന്ന്, ഈശ്വര ചൈതന്യത്തിൽ നിന്ന് വരുന്നതാണ്. അതിനെ നമ്മൾ മനസാക്ഷി കുത്തെന്ന് പറയത്തില്ലേ? മനസാക്ഷി പറഞ്ഞു, എൻ്റെ മനസാക്ഷി പറയുന്നു, എൻ്റെ ബുദ്ധി പറയുന്നു എന്ന് പറയത്തില്ല അവിടെ. അല്ലെങ്കിൽ പശ്ചാത്തലം, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, കുറ്റബോധം. ഈ കുറ്റബോധം വരുന്നത് എന്തുകൊണ്ട് ഈ തോട്ട്സ് അപ്പോൾ വന്നില്ല? നമ്മൾ ഓരോ അനുഭവങ്ങളെ അഭിമുഖീകരിച്ചപ്പോഴേ ഞാൻ പലതും ചെയ്തു കൂട്ടി. ദേഷ്യത്തിലോ വിഷമത്തിലോ ഞാൻ എന്തെല്ലോ കർമ്മങ്ങൾ ചെയ്തു. പക്ഷെ അപ്പോഴെനിക്ക് എന്തുകൊണ്ട് ഈ ഒരു ഡയറക്ഷൻ കിട്ടിയില്ല? ഇതാണ് ബുദ്ധിയും. അപ്പൊ ഞാൻ ബുദ്ധിയിലാണ് ചെയ്തത് കർമ്മം. കാരണം ആ ബുദ്ധി ഏതുമായിട്ട് അലൈനായി? എൻ്റെ വികാരവുമായിട്ട് അലൈനായി. എൻ്റെ ബുദ്ധിയും വികാരം കൂടെ അലൈനായി കുറെ കർമ്മങ്ങൾ ചെയ്തു കൂട്ടിക്കഴിഞ്ഞ് എല്ലാം സ്വസ്ഥമായിട്ട് നമ്മൾ മൈൻഡ് സ്വസ്ഥമാവുമ്പോഴേ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്നുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് എല്ലാവരുടെയും അനുഭവം. അത് ഇത് നമ്മൾ ചിന്തിച്ച് അനലൈസ് ചെയ്തുണ്ടാക്കുന്നതല്ല, നമുക്ക് പെട്ടെന്ന് വരും അത്. ആ സമയത്ത് നമ്മുടെ മനസ്സ് സ്വസ്ഥമാണ്. പകൽ സമയത്തോ നമ്മൾ ഓരോ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പ്രക്ഷുബ്ധമാവും. നമുക്കൊന്നീ വിഷമത്തിലോ അല്ലെങ്കിൽ ദേഷ്യത്തിലോ നമ്മുടെ വികാരത്തള്ളിച്ചേരിക്കുമ്പോൾ നമുക്ക് ആ വികാരത്തിൽ നമ്മൾ പലതും ചെയ്തു കൂട്ടും. ഇതാണ് നമ്മുടെ ദുരിതത്തിന് കാരണം. അതേ സമയത്ത് ഈ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ളതാ. വികാരം എനിക്ക് ദുഃഖം വരുമ്പോഴോ സന്തോഷം വരുമ്പോഴോ ദേഷ്യം വരുമ്പോഴോ പ്രകടിപ്പിക്കാനുള്ള ഒരു വികാരം. പക്ഷെ അതിനെ ബേസ്ഡ് ചെയ്തായിരിക്കരുത് എൻ്റെ കർമ്മം.
എപ്പോഴും ഞാൻ ധർമ്മത്തിലായിരിക്കണം. ഇപ്പൊ നമ്മളെല്ലാരും കർമ്മം ചെയ്യുന്ന എങ്ങനെയാ? അവരവരുടെ ശരികളിൽ കൂടാ. എന്റെ ശരി എങ്ങനെയാ? എന്റെ ഇഷ്ടത്തിൽ നിന്നാണ് എന്റെ ശരി വരുന്നത്. എനിക്ക് ഇഷ്ടമല്ലാത്തത് എനിക്ക് തെറ്റായിട്ട് തോന്നും. എനിക്ക് ഇഷ്ടമില്ലാത്ത സംഗതികളൊക്കെ അങ്ങനെ ചെയ്യരുത്, എനിക്ക് ഇഷ്ടമല്ലാത്ത അങ്ങനെ ചെയ്യരുത്, എന്റെ തെറ്റാത്. ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഇതാണ് നല്ലത്, ഇങ്ങനെ വേണം ചെയ്യേണ്ടത്. എന്റെ ശരിയും എന്റെ തെറ്റുമുണ്ട്. ഇതെന്റെ എവിടുന്ന് വരുന്നു? ഇത് എന്റെ വാസനയിൽ നിന്ന് വരുന്നതായത്. എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്റെ വാസനയാണ്. വാസനയിൽ നിന്ന് വരുന്ന വികാരങ്ങളനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങരുത്. നമ്മൾ കർമ്മം വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ളതാ. വികാരത്തിനെ വെച്ച് നമ്മൾ കർമ്മം ചെയ്താൽ നമുക്ക് ദുരിതങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ വിവേകത്തിൽ വേണം. കാരണം എവിടുന്ന നമ്മളിൽ ഒരു ഈശ്വര ചൈതന്യമുണ്ട്. നമുക്ക് ഡയറക്ഷൻ കിട്ടേണ്ടത് ഈശ്വരനിൽ നിന്നാ. നമ്മൾ നമ്മുടെ വാസനയെ ഡിപ്പെൻഡ് ചെയ്തു പോവാ. ഈ സത്യങ്ങളെ മനസ്സിലാക്കിയാൽ ഞാൻ എൻ്റെ കർമ്മ പദ്ധതികൾ മാറ്റം വരുത്തി തുടങ്ങും. ഇപ്പൊ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും അവരവരുടെ വികാരത്തിലാണ്. ആ വികാരത്തിൽ ഇരുന്ന് ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെതായ കർമ്മഫലം അനുഭവിക്കണം. തിരിച്ചും എനിക്ക് കർമ്മഫലം ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ വാസനയിൽ ഞാൻ കർമ്മങ്ങൾ ചെയ്യുന്നതോടത്തോളം എൻ്റെ കർമ്മഫലം കൂടിക്കൊണ്ടേയിരിക്കും, ദുരിതങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. അതേസമയത്ത് ഈ കർമ്മഫലത്തിലുള്ള അനുഭവങ്ങളെ ഞാൻ സമർപ്പണ ബുദ്ധിയാണ് ഞാൻ ഈശ്വര ചൈതന്യമാണ്. എൻ്റെ വാസന ഇത് അഴുക്കാണ്. ഈ വാസനയെ, ഈ വികാരങ്ങളെ ഞാൻ ഡിപ്പെൻഡ് ചെയ്ത് അതെനിക്ക് പ്രകടിപ്പിക്കാം, എൻ്റെ വരും. പക്ഷെ അതിനെ ബേസ് ചെയ്ത് ഞാൻ കർമ്മങ്ങൾ ചെയ്യരുത്. കർമ്മം ആണ് ഫലത്തിനെ കൊണ്ടുവരുന്നത്. ഈ വാസനയ്ക്കനുസരിച്ച് കർമ്മം ചെയ്താൽ ഞാൻ കർമ്മഫലത്തിനെ കൂട്ടും. അതേ ഈ വാസനയ്ക്കനുസരിച്ച് കർമ്മം ചെയ്യാതെ അതേ കർമ്മം ഞാൻ വിവേകബുദ്ധിയിൽ ചെയ്താൽ പുതിയ കർമ്മഫലം ഉണ്ടാകത്തുമില്ല. ആ കർമ്മഫലം വാനിഷ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക്. അത് കർമ്മയോഗത്തിൽ കൃഷ്ണൻ ശരിക്കും നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പം എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ കർമ്മങ്ങൾ ഞാൻ എങ്ങനെ ചെയ്യണം? അപ്പം നമുക്ക് വികാരമുണ്ട്, വിവേകവുമുണ്ട്. അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ ഈ വിവേകം. മറ്റുള്ള ജീവജാലങ്ങൾക്കെല്ലാം ബുദ്ധി വരേ ഉള്ളൂ. മനുഷ്യന് മാത്രമേ ഉള്ളൂ വിവേകം. ഈ ചൈതന്യത്തിൽ നിന്നൊക്കെ നമുക്ക് ഡയറക്ഷൻ കിട്ടും. കിട്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാ? നമ്മൾ നമ്മുടെ വാസനകളെ താലോലിച്ച് നമ്മൾ വികാരങ്ങളിൽ അങ്ങോട്ട്, നമുക്ക് സന്തോഷം വന്നാൽ നമ്മൾ സന്തോഷത്തിൽ മുഴുകും, വിഷമം വന്നാൽ വിഷമത്തിൽ മുഴുകും, ദേഷ്യമാണെങ്കിൽ ദേഷ്യത്തിൽ ഭയങ്കരം. ഈ വികാരത്തള്ളിച്ചതിലിരുന്ന് കഴിഞ്ഞാൽ വിവേകത്തിന് വരാൻ സ്പേസ് ഇല്ല, അത് പ്രകടമാകത്തില്ല. ഈ വികാരങ്ങളെല്ലാം സബ്സൈഡ് ആവുമ്പോൾ അതാണ് രാത്രി സംഭവിക്കുന്നത്. പകലത്തെ സിറ്റുവേഷൻ അല്ല നമ്മൾ രാത്രി കിടക്കാൻ, നമ്മളെല്ലാം സ്വസ്ഥമാവും. അപ്പോൾ ഈ വികാരത്തള്ളിച്ച് ഒന്നും കിടക്കാൻ തന്നെ കാണത്തില്ല. ആ വികാരങ്ങളെല്ലാം സബ്സൈഡ് ആകുമ്പോൾ നമുക്ക് താനെ ഡയറക്ഷൻ വരും. നീ ചെയ്ത് തെറ്റായിപ്പോയി, അത്രയും പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഡയറക്ഷൻ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ഒന്ന് വിചാരിക്കുക, നമുക്ക് എപ്പോഴും, അതുകൊണ്ടല്ലേ പഴമക്കാർ പറഞ്ഞേ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ഇതൊക്കെ കാരണം ഈ എടുത്തുചാട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ വികാരമാണ്. എനിക്ക് ദേഷ്യം വന്നു, അല്ലെങ്കിൽ സന്തോഷം വന്നു, അല്ലെങ്കിൽ വിഷമം വന്നു, ഞാൻ പലതും ചെയ്തു കൂട്ടും. അങ്ങനെ വികാരത്തിൽ ഞാൻ ഒന്നും പ്രവൃത്തി ചെയ്യരുത്. ഞാൻ വിവേകത്തിൽ വേണം കർമ്മങ്ങൾ ചെയ്യാൻ. ഇതിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥത, ശാന്തി കൂടി വരും. നമ്മുടെ പ്രവർത്തന പദ്ധതികളെല്ലാം ട്രാൻസ്ഫോർമേഷൻ വരും. അങ്ങനെ എനിക്ക് ജീവിതത്തിൽ സ്വസ്ഥത കൈവരിക്കാൻ തുടങ്ങും. എപ്പോഴേ ഈ സത്യങ്ങളെ തിരിച്ചറിയാത്തോടത്തോളം കാര്യം എനിക്കത് ഉണ്ടാവത്തില്ല. സത്യങ്ങളെ തിരിച്ചറിയുമ്പോൾ നമ്മളിലോട്ട് തന്നെ, ഇപ്പൊ നമ്മളെ ശ്രദ്ധിക്കുന്നതേ ഇല്ലല്ലോ. നമ്മുടെ മൈൻഡ് എന്തുവാ? മൈൻഡ് പറയുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ആരാണെന്ന് എനിക്കറിയത്തില്ല. ഞാനാണ് ഞാൻ. അതിൽ കൂടാതെ എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഒരു വഴിതെറ്റിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു, ഇതിനെക്കുറിച്ചുള്ള തിരിച്ചറിവില്ലാതെ. ഇതന്നെയെല്ലാം തിരിച്ചറിഞ്ഞാൽ നമുക്ക് തന്നെ ഉയരാൻ പറ്റും. എൻ്റെ ജീവിതത്തിൽ സ്വസ്ഥത വരാൻ തുടങ്ങും. അപ്പം ഈ കർമ്മഫലമാണ് എൻ്റെ ജന്മത്തിന് കാരണമായെന്ന് പറയും. ഇന്നലെ പറഞ്ഞ എൻ്റെ ഒരു ജന്മത്തിന് കാരണം സഞ്ചിത കർമ്മം എന്ന് പറഞ്ഞു. ഈ കർമ്മഫലമാണ്. ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ശരീരം വിടുമ്പോൾ ആ സമയത്ത് ഈ ജീവൻ സൂക്ഷ്മ ശരീരത്തിനെയും കാരണ ശരീരം എടുത്തുകൊണ്ട് പോവാണ്. ഈ കാരണ ശരീരം, സൂക്ഷ്മ ശരീരം, ജീവൻ എന്നുള്ള ആ ഒരു പരമാത്മ ചൈതന്യത്തിന്റെ അംശമാണ് ജീവൻ. അത് ഈ സ്ഥൂല ശരീരത്തിനെ ഉപേക്ഷിച്ചിട്ട് അത് യാത്ര തുടരുകയാണ്. വേറെ ശരീരത്തിലോട്ട് പോയി അതിൻ്റെ യാത്ര തുടരുകയാണ്. വേറെ ശരീരത്തിൽ പ്രകടമാവുക. അപ്പം വേറെ ശരീരത്തിൽ പ്രകടമാവുമ്പോഴേ ആ
ഞാൻ കൊണ്ടുപോയ കാരണ ശരീരം ഉണ്ടല്ലോ, അതെന്താണത്? അതിനെ പറയുന്നത് സഞ്ചിത കർമ്മം. ഞാനൊരു ശരീരം ഉപേക്ഷിച്ച് ഞാൻ വേറെ ശരീരം തേടി പോകുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന ആ കർമ്മഫലത്തിനെ പറയുന്നത് സഞ്ചിത കർമ്മം എന്നാണ് പറയുന്നത്. സഞ്ചിതം, ഞാൻ സഞ്ചയിച്ചതാണ്, ഞാൻ അക്യുമുലേറ്റ് ചെയ്തതാണ്. ആ ശരീരം വിട്ടു വേറെ ജന്മത്തിലോട്ട് പോവാണ്. അപ്പം സഞ്ചിത കർമ്മമാണ്. ആ സഞ്ചിത കർമ്മം എന്ന് പറയുന്നത് കർമ്മഫലമാണ്. അത് നല്ലതും ചീത്തയും അനുഭവങ്ങളുണ്ട്. ഞാൻ പുണ്യം ചെയ്തതും പാപം ചെയ്തതും എല്ലാത്തിൻ്റെയും ഒരു സമ്മിശ്രമാണ്, റിസൾട്ടൻ്റ് ആണത്. പരിണതമായിട്ടുള്ള ഒരു നെറ്റ് റിസൾട്ടാണ് അത്. ആ സഞ്ചിത കർമ്മമാണ് ഏത് അച്ഛനും അമ്മയ്ക്കും ഏത് സിറ്റുവേഷനിൽ പോയി ജനിക്കണം എന്നത് എൻ്റെ കർമ്മഫലത്തിനെ ഡിപ്പെൻഡ് ചെയ്ത, അല്ലാതെ ഈശ്വരൻ അല്ല ഡിസൈഡ് ചെയ്യുന്നത്. ഈശ്വരൻ, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈശ്വരൻ നമ്മൾ പരമാത്മ കേട്ടിട്ടുണ്ട്, നിർഗുണമോ പരമാത്മ ചൈതന്യം എന്ന് വെച്ചാൽ നിർഗുണ പരമോ. അത് ആരെയും രക്ഷിക്കുന്നതുമില്ല ശിക്ഷിക്കുന്നതുമില്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എന്തുവാ? ദൈവം ശിക്ഷിക്കും, ദൈവം രക്ഷിക്കും. നമ്മുടെ തന്നെ കർമ്മഫലമാണ് നമ്മളെ രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്. ഞാൻ ധർമ്മത്തിന്റെ പാതയിൽ പോയാൽ ആ ധർമ്മം എന്നെ രക്ഷിക്കും. ഞാൻ അധർമ്മത്തിന്റെ പാതയിൽ പോയാൽ ആ അധർമ്മം എന്നെ ശിക്ഷിക്കും. അധർമ്മ രൂപത്തിൽ വന്ന് എന്നെ ശിക്ഷിക്കും. നമ്മൾ ധർമ്മത്തിനെ പ്രൊട്ടക്ട് ചെയ്താലോ ആ ധർമ്മം വന്ന് നമ്മളെ രക്ഷിക്കും. ഇതാണ് സംഭവിക്കുന്നത്. അല്ലാതെ ഒരു ഈശ്വരനും അല്ല, നമ്മൾ തന്നെ ആണ് നമ്മളെ രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്. നമ്മൾ ഈ സത്യങ്ങളെ മനസ്സിലാക്കാത്തിടത്തോളം കാലം നമ്മൾ ഈ ഒഴുക്കിപ്പെട്ട് പോയിക്കൊണ്ടേയിരിക്കും, നാശത്തിലോട്ടാ പോകുന്നത്. സത്യങ്ങളെ മനസ്സിലാക്കിയാലോ എനിക്ക് ഈശ്വരനിലോട്ട് പോകാം. രണ്ടും നമ്മുടെ ചോയ്സാണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളെല്ലാവരും ഭയങ്കര ഫ്രീഡമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നോക്കും, നമ്മളെല്ലാം അടിമകളാണ്. നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം ഫ്രീഡമാണ്, എനിക്കിഷ്ടം പോലെ ജീവിക്കാം, ഞാനും ചോദിക്കാനില്ല. അത് നമ്മൾ എൻ്റെ ഇഷ്ടം പോലെ, ഞാൻ ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ സ്വതന്ത്രരാണെന്ന് നമ്മൾ വിചാരിക്കുക. നമ്മൾ സ്വതന്ത്രരല്ല, നമ്മൾ അടിമകളാണ്. ആരുടെ അടിമ? ഭർത്താവിന്റെ അടിമയല്ല ഭാര്യ, ഭാര്യയുടെ അടിമയല്ല ഭർത്താവ്. പക്ഷെ നമ്മളെല്ലാം അടിമകളാണ്. നമ്മുടെ തന്നെ വാസനയുടെ അടിമയാണ്, നമ്മുടെ തന്നെ വാസനയുടെ കർമ്മഫലത്തിന്റെ അടിമയാണ്. ഈ ഇഷ്ടത്തിന്റെ അടിമയാണ് ഞാൻ. അനിഷ്ടം, എനിക്ക് അതിഷ്ടമല്ല, അതിന്റെ അടിമയാണ് ഞാൻ. അതിനെ മാറ്റി ചെയ്യാൻ എനിക്ക് ഒക്കത്തില്ല. എൻ്റെ ഇഷ്ടം അതിനനുസരിച്ച് എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ബന്ധിതനാ. ഈ കർമ്മഫലം നമ്മളെ ബന്ധിച്ചിരിക്കുക. ഈ കർമ്മഫലം. അപ്പൊ നമ്മൾ സ്വതന്ത്രരാണ് നമ്മൾ ചിന്തിക്കുന്നത്, പക്ഷെ നമ്മൾ അസ്വതന്ത്രരാ, സ്വാതന്ത്ര്യം ഇല്ലാത്തവരാ. നമ്മൾ ഇതിൽ നിന്ന് വെളിയിൽ വരണം. പക്ഷെ നമ്മൾ ഈ ജന്മം നമ്മളിലേക്ക് എന്തുവാ, ഒരുമാതിരി ഇങ്ങനെയൊക്കെ ചോദിക്കും, ഇതൊക്കെ ആ ജീവിതം ഒരു സുഖമാ. ഇങ്ങനെ ഈ ദുഃഖത്തിനെയും ഒരു സുഖത്തിന്റെ രീതി കൊണ്ടു നടക്കുക നമ്മൾ. അപ്പൊ ഇതിനെ തിരിച്ചറിയണം. നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഓഫ് ലൈഫ് എന്തുവാ? ദുരിതമാണ്. നെറ്റ് റിസൾട്ട്. എനിക്ക് ഇതിൽ നിന്ന് കരകയറണം. ഈ ഞാൻ ദുരിതത്തിന് കാരണം എന്താ? ഞാൻ എൻ്റെ തന്നെ വാസനയുടെ അടിമയാണ്. ഞാൻ എൻ്റെ വാസനയുടെ ഉടമയാവണം. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന്റെ അടിമയാവരുത് ഞാൻ. എനിക്ക് എങ്ങനെയാകാം? അത് മനുഷ്യന് മാത്രമേ ഒക്കത്തുള്ളൂ. എനിക്ക് ഇങ്ങനെയും ചെയ്യാം, എനിക്ക് അങ്ങനെയും ചെയ്യാം. എൻ്റെ ഇഷ്ടത്തെ അതിൽ പറയും, നമുക്ക് ഒരു കർമ്മം തന്നെ നമുക്ക് ധർമ്മത്തിലും ചെയ്യാം, അധർമ്മത്തിലും ചെയ്യാം. ഒരേ കർമ്മം, എനിക്ക് ചില ആഗ്രഹങ്ങളുണ്ട്. അതാ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് കർമ്മഫലമാണ്. ഒരു ആഗ്രഹം എങ്ങനെ നിവർത്തിക്കണം, എങ്ങനെ സഫലീകരിക്കണം എന്നുള്ളത് എനിക്ക് അധർമ്മത്തിന്റെ പാതയിലും ചെയ്യാം, ധർമ്മത്തിന്റെ പാതയിലും ചെയ്യാം. കൃഷ്ണൻ പറയുന്നു, നമ്മൾ ധർമ്മത്തിന്റെ പാതയിൽ ചെയ്തുകൊണ്ടിരുന്നാൽ, എൻ്റെ വാസനകളെ, എൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ ധർമ്മത്തിന്റെ പാതയിൽ ചെയ്തുകൊണ്ടിരുന്നാൽ എൻ്റെ കർമ്മഫലം പതുക്കെ പതുക്കെ വാനിഷ് ആവും. പുതിയ കർമ്മഫലം ഉണ്ടാവത്തതുമില്ല, പഴയ കർമ്മഫലങ്ങൾ വാനിഷ് ആയിക്കൊണ്ടിരിക്കും. സോ അത് ഗ്രാജുവലി ഞാൻ ഈശ്വരിലോട്ട് അടുത്തുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ധർമ്മത്തിൽ വേണം ചെയ്യാൻ, അധർമ്മത്തിൽ ചെയ്യാൻ. അധർമ്മം എന്ന് പറഞ്ഞാൽ ഒരാളെ പറ്റിക്കലോ ചീത്ത പറയലോ അടിക്കലോ ഒന്നും അല്ല. ഞാൻ എൻ്റെ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ചെയ്യുന്നതാണ് അധർമ്മം. ഞാൻ എൻ്റെ വികാരങ്ങൾക്ക്, എൻ്റെ ഇഷ്ടം, എൻ്റെ അനിഷ്ടം, ഇതിനനുസരിച്ച് ഞാൻ കർമ്മം ചെയ്താൽ അധർമ്മവും. അത് ഞാൻ ദുരിതത്തിന് ബാധ്യസ്ഥന. ഞാൻ ഈശ്വര ചൈതന്യമാണ്. എൻ്റെ ഇഷ്ടവും അനിഷ്ടവും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് എൻ്റെ ഈശ്വര ചൈതന്യം, അതിന് വാല്യൂസ് ഉണ്ട്. വാല്യൂ ബേസ്ഡ് ആണ് ഈശ്വരൻ. അത് പോസിറ്റീവ് ഒരു എഫക്റ്റ്. അത് പവർഫുൾ. അത് ഇപ്പം നമ്മൾ അതിനെ ഞാൻ അതിൻ്റെ അംശമാണെന്ന് പറഞ്ഞ് ഞാൻ ധർമ്മത്തിൽ ചെയ്യണം. ധർമ്മത്തിൽ ചെയ്ത വിവേകത്തിൽ, നമ്മുടെ വികാരങ്ങളിൽ കർമ്മം ചെയ്യാൻ ശീലിക്കരുത്. നമ്മൾ ശീലിച്ച് പോയി
മാറ്റം വരുത്തണം. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനെയും നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്, അതാണ് ധർമ്മത്തിനെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കുറച്ച് കാര്യമുണ്ട്. കാരണം ഈ വികാരങ്ങളിൽ മനസ്സുകൊണ്ട് ചെയ്യുന്നതെല്ലാം അധർമ്മമാണ്. മനസ്സുകൊണ്ടല്ല, മനസ്സും ബുദ്ധിയും കൊണ്ടല്ല ചെയ്യേണ്ടത്. ഞാൻ വിവേകത്തിനെ ഡിപ്പെൻഡ് ചെയ്യണം. വിവേകത്തിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ എൻ്റെ മനസ്സ് സബ്സൈഡ് ആവണം. മനസ്സ് കടന്ന് തിളച്ച് പൊങ്ങരുത്, വികാരത്തള്ളിച്ച് ഉണ്ടാവരുത്. വികാരങ്ങൾ വരുമ്പോൾ ഞാൻ ഈശ്വരൻ എപ്പോഴും നിരന്തര ചിന്തനമാണ്. ഇപ്പൊ നമ്മുടെ ചിന്ത എന്താ? ഞാൻ ശരീരമാണ്, എനിക്ക് ആരോഗ്യമുള്ള ശരീരമുണ്ട്, എനിക്ക് ബുദ്ധിയുണ്ട്, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നു, എനിക്ക് ഇങ്ങനെ വരും. എൻ്റെ അഹന്താമവത, ഈ ഞാൻ ഈശ്വരനാണെന്ന് മറച്ചു വെച്ച് ഞാനൊരു അഹന്തയിലോട്ട് പോവാ. ഞാൻ ഈശ്വരനല്ല, ഞാൻ എൻ്റെ സ്വന്തം കഴിവുകൊണ്ടാണ്. നമ്മൾ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ദൈവമേ എന്നെ പരീക്ഷിക്കുന്നു, ദൈവം എന്താ എനിക്ക് ഇങ്ങനെ നന്ദി. നമ്മൾ ഈ എന്തെങ്കിലും വിഷമങ്ങളും പരാജയങ്ങളൊക്കെ വരുമ്പോൾ അത് ദൈവത്തിൻ്റെ. എന്തെങ്കിലും നല്ലത് വന്നാലോ നമ്മൾ ആ സമയത്ത് ദൈവത്തിനെ ആലോചിക്കുമോ? നമ്മുടെ മിടുക്കൊണ്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു, ഞാൻ എന്തെല്ലാം ആലോചിച്ചു, എന്തെല്ലാം ചെയ്തിട്ടാണ് എനിക്കിത് കിട്ടിയത്. ഇത് നല്ലത് വരുമ്പോൾ എൻ്റെ ക്രെഡിറ്റും, ചീത്ത വരുമ്പോൾ അത് ദൈവത്തിൻ്റെ തലയിലും. നമ്മളിങ്ങനെ പോകുന്നത്. ഇതെല്ലാം എൻ്റെ കർമ്മഫലമാണ്. ഞാൻ ഈശ്വരനാണ്. ഈ കർമ്മഫലം എൻ്റെ ഇഷ്ടവും അനിഷ്ടവും അത് അഴുക്കുകളാണ്. ഞാൻ ഈശ്വരന്റെ പാർട്ടാണ്. ഞാൻ വിവേകത്തിലേ ചെയ്യൂ. ഈ വികാരങ്ങളാണ് എന്നെ ദുരിതത്തിലാഴ്ത്തുന്നത്. വികാരത്തിൽ ഞാൻ കർമ്മങ്ങൾ ചെയ്താൽ എൻ്റെ ദുരിതാവസ്ഥ കൂടും. അപ്പോൾ ഈ വികാരങ്ങളെ ഞാൻ മാനേജ് ചെയ്യാൻ പഠിക്കണം. എനിക്ക് ഈ വികാരങ്ങൾ പല പല തരത്തിലുള്ള വികാരങ്ങളുണ്ട് നമുക്ക് ജീവിതത്തിൽ. അതിനെയെല്ലാം നമ്മൾ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ സപ്രഷൻ ചെയ്തുകൂടാ. സപ്രഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ഇരട്ടി ബലത്തിൽ തിരിച്ചു വരും. ഈ സാധനാകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് ഇതിന്റെ ഒരു പ്രാക്ടീസാണ്. നമ്മൾ പല പല സാധനങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ആ സാധനങ്ങളൊക്കെ അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് ഈ എമോഷൻസിനെ, നമ്മുടെ വികാരങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റും. വികാരത്തള്ളിച്ച് ഉണ്ടാവത്തില്ല. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു അല്ലെങ്കിൽ വിഷമം വന്നാൽ പോലും നമുക്ക് ആ ഒരു ഇത് വന്നിട്ട് പെട്ടെന്ന് ആ ഫേസിൽ മാറാൻ പറ്റും. ചിലർ കണ്ടിട്ടില്ലയോ, ഓരോ വികാരം വരുമ്പോഴത്തേക്ക് അതിൽ അങ്ങോട്ട് കയറി അങ്ങ് വികാരത്തിൽ അങ്ങ് മുങ്ങിപ്പോവും. പിന്നെ അവർക്ക് എന്താ ശരിക്കുള്ള അതൊക്കെ ഈ ഗീതയിലുള്ള ശ്ലോകങ്ങൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ നാശത്തിലോട്ട് പോകും. വികാരത്തള്ളിച്ചയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നാശത്തിലോട്ട് പോകും. വികാരങ്ങൾ വരണം, വികാരങ്ങൾ വരാതിരിക്കാൻ പറ്റത്തില്ല. അതാണ് നോർമൽ ലൈഫ്. എനിക്ക് ഇഷ്ടവും അനിഷ്ടവും ഉണ്ട്, എനിക്ക് അത് വരണം. പക്ഷെ അതിനെ ബേസ് ചെയ്ത് ആയിരിക്കും എൻ്റെ കർമ്മങ്ങൾ. അപ്പൊ ഈ സഞ്ചിത കർമ്മത്തിലാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. ഈ സഞ്ചിത കർമ്മത്തിൽ വന്നെങ്കിൽ ജനനമെടുക്കുമ്പോൾ ഈ സഞ്ചിത കർമ്മം എൻ്റെ അനുഭവങ്ങളായിട്ട് മാറും. ഈ സഞ്ചിത കർമ്മത്തിന്റെ ഒരു പാർട്ട് ഞാൻ ഏത് സിറ്റുവേഷനിൽ ഏത് ശരീരം എടുക്കുന്നു, എല്ലാം തികഞ്ഞ് എല്ലാ അവയവങ്ങളും ഒരു ഡിഫക്റ്റീവ് ഇല്ലാത്ത ഒരു നല്ലൊരു ശരീരം കിട്ടുന്നെങ്കിൽ ആ സഞ്ചിത കർമ്മമാണ്. അതന്നെ അങ്ങനെ ഒരു ഡിഫക്റ്റ് ഇല്ലാത്ത എല്ലാം വളരെ പെർഫെക്റ്റ് ആയ ഒരു ബോഡി എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ജന്മത്തിൽ സഞ്ചിത കർമ്മത്തിന്റെ പാർട്ടാ. അതാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സഞ്ചിത കർമ്മത്തിന്റെ ഒരു ഫലം, ഒരു പാർട്ട് എൻ്റെ ശരീരമായി മാറുന്നു, മറ്റേതെൻ്റെ ജീവിതാനുഭവങ്ങളായിട്ട് മാറുന്നു. അതിനെ ജീവിതത്തിലോട്ട് അടുത്ത ശരീരം എടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രാരബ്ധം എന്നാണ് പറയുന്നത്. അപ്പം ഈ സഞ്ചിതം അടുത്ത ജന്മത്തിലോട്ട് വരുമ്പോഴേ കുറച്ച് ശരീരമായിട്ട് മാറുന്നു. ബാക്കി ആ ജന്മത്തിൽ അനുഭവിക്കേണ്ട അനുഭവങ്ങളെ നമ്മൾ പ്രാരബ്ധം എന്ന് പറയും. ആ ശരീരം കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്നത് മാത്രം പ്രാരബ്ധം, ബാക്കി അങ്ങനെ നിൽക്കും. സഞ്ചിതം ഈ ശരീരം കൊണ്ട് ആ അനുഭവങ്ങളെല്ലാം സാധിക്കത്തില്ലെങ്കിൽ ബാക്കി സഞ്ചിതം അവിടെ നിൽക്കും. അത് കുറച്ച് പ്രാരബ്ധമാവും, സഞ്ചിതവും അവിടെ നിൽക്കും. ബാലൻസ് സഞ്ചിതം അവിടെ നിൽക്കും. ഈ ജന്മം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ഈ പ്രാരബ്ധം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ പ്രാരബ്ധ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ കർമ്മഫലം കൂട്ടിക്കൊണ്ടിരുന്നാൽ അപ്പം ഞാൻ പുതിയ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഈ ജന്മത്തിൽ. അപ്പം ഞാൻ പുതിയ കർമ്മഫലം ഉണ്ടാക്കുന്നുണ്ട്. ആ കർമ്മഫലം പെട്ടെന്ന് കിട്ടുന്നതല്ല, അതിനെ പറയുന്ന ആഗാമികം. ഇപ്പം എൻ്റെ സഞ്ചിത കർമ്മത്തിലാണ് ഞാൻ ജന്മമെടുത്തത്. സഞ്ചിത കർമ്മം ജന്മത്തിലെടുത്ത് ഈ ജന്മത്തിലോട്ട് വരുമ്പോൾ അത് പ്രാരബ്ധമാവുന്നു. അതിൻ്റെ ഈ ശരീരം കൊണ്ട് അനുഭവിക്കേണ്ട അനുഭവങ്ങളെല്ലാം പ്രാരബ്ധമായിട്ട് മാറുന്നു. മറ്റേത് അങ്ങനെ ബാലൻസ് നിൽക്കുന്നു. ഈ പ്രാരബ്ധ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പുതിയ കർമ്മങ്ങൾ ചെയ്യുന്നു. വികാരത്തിലാണെങ്കിൽ പുതിയ കർമ്മങ്ങൾ ഫലം ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ കർമ്മഫലം ഇപ്പോഴുള്ളതല്ല, ഫ്യൂച്ചറിൽ വരേണ്ടതാ. അതിന് ആഗാമികം വരാൻ പോകുന്ന കർമ്മഫലങ്ങൾ. അപ്പം ഈ ജന്മത്തിൽ കൂടെ
സഞ്ചിതം അത് പ്രാരബ്ധമായി, ആ പ്രാരബ്ധം ചെയ്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ആഗാമികവും ഉണ്ടാവുന്നു. അപ്പോൾ ഈ ശരീരവും വിടുമ്പോഴേ ഇതെല്ലാം ചേർന്ന് എഗെയിൻ സഞ്ചിതമായിട്ട് മാറുന്നു. ഈ ശരീരം വിടുമ്പോഴും സഞ്ചിത കർമ്മമാവും. ആ സഞ്ചിത കർമ്മം ഡിസൈഡ് ചെയ്യും ഞാൻ ഏത് സിറ്റുവേഷനിൽ പോയി ജനിക്കണം, ഏത് അച്ഛനും അമ്മയ്ക്കും ജനിക്കണം എന്നുള്ളത്. ആ സഞ്ചിത കർമ്മം ഈ ശരീരം വിടുമ്പോൾ ഉള്ള സഞ്ചിത കർമ്മം ഡിസൈഡ് ചെയ്യും. അപ്പോൾ ഇതാണ് നോർമൽ കോഴ്സ് ഓഫ് ലൈഫ് എങ്കിൽ എൻ്റെ ജന്മത്തെ ഉയർത്തണമെന്നുണ്ടെങ്കിലോ ഈ പ്രാരബ്ധം അനുഭവിക്കുമ്പോൾ ഈ പ്രാരബ്ധ കർമ്മങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ധർമ്മത്തിലാണെങ്കിൽ എൻ്റെ ഈ കർമ്മഫലം വാനിഷ് ചെയ്യും. ഈ പതുക്കെ വാനിഷ് ചെയ്യും, കർമ്മഫലം ഇല്ലാതാവും. അങ്ങനെ സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പരമാത്മ ചൈതന്യമായിട്ട് അലൈനായി കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ആഗാമികവും പോയി ഈ സഞ്ചിതവും പോവും. രണ്ടും എരിഞ്ഞു. അതിനെ പറയുന്നത് ജ്ഞാനാഗ്നി എന്നാ പറഞ്ഞത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ പരമാത്മ ചൈതന്യത്തിന്റെ അനുഭവമാണ്. അറിവ് മാത്രമല്ല, അത് അനുഭവമാവും. അത് ആ പരമാത്മ ചൈതന്യത്തിന് നമ്മൾ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ സഞ്ചിതവും ഇല്ല. പ്രാരബ്ധം ഈ ശരീരം നിൽക്കുന്നവരെ ഉണ്ടാവും, ആഗാമികവും ഇത് രണ്ടും കത്തിപ്പോവും. നമുക്ക് പുതിയ ജന്മം ഉണ്ടാവത്തില്ല. നമ്മൾ ഈശ്വരൻ ലയിച്ചു പോകും. അതാണ് ആത്മസാക്ഷാത്കാരം കിട്ടുക എന്ന് പറയുന്നത്. ആത്മസാക്ഷാത്കാരം, ആത്മാവിലോട്ട് പരമാത്മാവിലോട്ട് ലയിക്കുന്നത്, അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നു. ആ സ്റ്റേജിൽ പിന്നെ എനിക്ക് പിന്നെ കർമ്മങ്ങളെല്ലാം ചാരമായി പോകും, കത്തിപ്പോവുക ജ്ഞാനാഗ്നിയിൽ. ജ്ഞാനം മീൻസ് പരമാത്മ ചൈതന്യത്തിന്റെ ആ പവർഫുൾ. കാരണം എൻ്റെ കർമ്മവാസനകളെ എല്ലാം ഞാൻ നീക്കിക്കഴിഞ്ഞു. ഞാൻ ഈശ്വരൻ ചൈതന്യം പിന്നെ എനിക്ക് ജന്മമില്ല. ആ വാസനകളെല്ലാം കത്തിപ്പോവും. ഇത് മനുഷ്യജന്മത്തിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഇപ്പൊ ഈ ഒരു സംഗതി ഇത് കണ്ടിന്യൂ ചെയ്തില്ലപ്പോ ഇപ്പൊ സമയം തീരാറായി. ഇനി നാളെയും കൂടെ കുറച്ചും കൂടെ പറയാനുണ്ട്. പക്ഷെ ഓരോ സമയത്ത് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒത്തിരി, ഇനി നാളെ ഒരു ക്ലാസ് കൊണ്ട് തീർക്കാൻ നോക്കാം. ഇതും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ധർമ്മത്തിനെ കുറിച്ചും പറയണം. ഈ വിവേകം എന്താണ്, ധർമ്മം എന്താണ്, നമ്മൾ അതിനെക്കുറിച്ചും ഒന്നും പറയുന്നത് നാളെ നമുക്ക് തിങ്കളാഴ്ച തൊട്ട് സാംഖ്യയോഗം 57-ാമത്തെ ശ്ലോകമാണ് അടുത്ത് തുടങ്ങേണ്ടത്. ഇപ്പൊ അടുത്ത നാളത്തെ ഒരു ക്ലാസ് കൂടി ഈ ബേസിക്സ് തീരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സംസാരിച്ചാൽ മതി. നിങ്ങൾക്ക് നമ്പർ ഉണ്ടല്ലോ. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് നേരത്തെയുള്ള ഇത് കേട്ടാലും മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ക്ലിയറായി മുന്നോട്ട് പോയാൽ മതി. ധൃതിപ്പെട്ട് പഠിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മൾക്ക് ഓരോ കൺസെപ്റ്റുകളും മനസ്സിലായി ക്ലാരിറ്റി വന്ന് മുന്നോട്ട് പോവുക. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. ഓക്കെ, നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. താങ്ക് യു.